കട്ടുതിന്നുന്ന റോക്കി, ഇരിപ്പിലും നടപ്പിലും മാസ്, മൈൻഡ് ഗെയിം, ബിഗ് ബോസിലെ ടോപ്പ് 4 ഇവര്. ബിഗ് ബോസ് മലയാളം സീസൺ 6 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 2 പേര് ബിഗ് ബോസ് വീടിനോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. രതീഷ് ആയിരുന്നു ആദ്യ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത്. രണ്ടാമത്തെ ആഴ്ച നിഷാനയും സുരേഷ് മേനോനുമാണ് പുറത്തായത്. ഇതിനിടെ ഇപ്പോഴിതാ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള ടോപ്പ് 4 ആരൊക്കെയാണെന്നുള്ള കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ മനുക്കേസ് പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. ബിഗ് ബോസ് മലയാളം 6-ൽ 2ാം ആഴ്ച കഴിയുമ്പോൾ ടോപ്പ് 4 എന്ന് തോന്നിയവർ എന്ന് പറഞ്ഞാണ് ആരാധകൻ കുറിപ്പ് പങ്കുവയ്ക്കുന്നത്. കുറിപ്പ് വായിക്കാം തുടർന്ന്. 1. അപ്സര, പോയിന്റുകൾ പറഞ്ഞു നല്ല വ്യക്തമായ സംസാരം. ക്യാപ്റ്റൻസി ടാസ്കിലും പിന്നീട് ക്യാപ്റ്റൻ ആയും മികച്ച പ്രകടനം. മിക്ക വീട്ടുകാരും ആയി സൗഹൃദവും പാലിക്കുന്നു. 2 ആഴ്ച കണ്ടതിൽ ഒച്ചവച്ച് ബഹളം ഉണ്ടാക്കാതെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായും എല്ലാവരിലേക്കും എത്തിച്ച അപ്സര ആണ് എന്റെ നമ്പർ 1. നെഗറ്റീവ്, കൂടെ ഉള്ളവർ വിഷമിച്ചല്ലോ അല്ലെങ്കിൽ തനിക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാലോ വിഷമിച്ചു കരയുന്ന സ്വഭാവം. ഋഷി ഇത് പറഞ്ഞു അപ്സരയെ താഴ്ത്തി പറയുക കൂടി ചെയ്തു. ഷോ മുന്നോട്ട് പോകുംതോറും അപ്സര കുറച്ചുകൂടി സ്ട്രേങ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2. ജിൻഡോ, ആദ്യ ആഴ്ചയിലെ മണ്ടനിൽ നിന്ന് 2ാം ആഴ്ചയിലെ ഹീറോ ആയി ഉള്ള ട്രാൻസ്ഫോർമേഷൻ. പവർ ടീം ടാസ്കുകളിൽ മികച്ച പ്രകടനം നടത്തി പുതിയ പവർ ടീമിൽ കയറി. അതുകൂടാതെ എന്റർടൈനർ എന്ന നിലയിലും വളരെ മുന്നിൽ ആണ് ജിൻഡോ. ജിൻഡോയുടെ ഏറ്റവും വലിയ ഗുണം മിസ്റ്റേക്കിൽ നിന്ന് പാഠം പഠിക്കുന്നതാണ്. ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ വിളിച്ചു ചീത്ത പറയൂ. ഞാൻ അതിൽ നിന്ന് മാറ്റം വരുത്താം എന്ന് ബിഗ് ബോസിനോട് പറയുകയും ചെയ്തു. ഈ അപ്രയാച്ച് കളിയിൽ വളരെ ഗുണം ചെയ്യും. നെഗറ്റീവ്, സ്വന്തം ആയുള്ള പ്രശ്നം അല്ലാതെ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടാതെ ഡിപ്ലോമാറ്റിക് ആയി പോകുന്ന പോലെ തോന്നി. കുറച്ചുകൂടി ഇറങ്ങിക്കളിച്ചാൽ നന്നായിരിക്കും. 3. റോക്കി, നടപ്പിലും ഇരിപ്പിലും മാസ് ആണ് റോക്കി ഓർ റോക്കി ഭായ്. വാക്കുകളിൽ വെള്ളം ചേർക്കാതെ ആരുടെയും മുഖത്തു നോക്കിയുള്ള കാര്യം പറയുന്നതും ഒരു നെവർ ബാക്ക് ഡൗൺ ആറ്റിറ്റ്യൂഡും എല്ലാം റോക്കിയെ 1ാം സ്ഥാനത്ത് നിർത്തേണ്ടതായിരുന്നു. പക്ഷെ കുറെ വലിയ നെഗറ്റീവ്സ് റോക്കിയെ പുറകോട്ട് വലിക്കുന്നു. നെഗറ്റീവ്സ് വളരെ എളുപ്പം പ്രയാവോക്ക് ആവുന്നു. അത് ബിഗ് ബോസ് എന്ന ഗെയിമിൽ ഒരിക്കലും നല്ലതല്ല. അതുവരെ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും റോക്കിയുടെ അനാവശ്യ ദേഷ്യപ്പെടലിൽ മുങ്ങിപ്പോകുന്നു. അതുപോലെ ടാസ്കിലെ വിധിയോ ജയിൽ നോമിനേഷനോ ഒക്കെ തന്റെ താൽപര്യത്തിനെതിരെ പോകുമ്പോൾ അസ്വസ്ഥനാവുന്ന റോക്കിയെ കാണാം. റോക്കി കട്ട് തിന്നുന്നവൻ ആണെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കളി കൈവിട്ട പോകും. ഇത് പലരും എതിരെ യൂസ് ചെയ്താൽ റോക്കിയെ പൂട്ടാൻ ചാൻസ് ഉണ്ട്. 4. അൻസിബ, പിന്നണിയിൽ നിന്ന് ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ആളാണ് അൻസിബ. തന്റെ സ്പേസ് ആവുമ്പോൾ എന്ത് പറയണം എന്ന് കൃത്യമായി അറിയുന്നവൾ. രതീഷ് സുരേഷിനെ പറ്റി പറഞ്ഞത് എല്ലാവരോടും പറഞ്ഞു കളി തിരിച്ചുവിട്ടു. ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ കൂടി സഭ്യത പാലിക്കണം എന്ന സിമ്പിൾ വാക്കിൽ കൂടി വലിയൊരു ഇമ്പാക്ട് നേടാൻ കഴിഞ്ഞു. നെഗറ്റീവ്, ഇറങ്ങിക്കളിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. പല മൂലകളിൽ പല ആൾക്കാരോട് മൈൻഡ് ഗെയിം കളിക്കുന്നതിന് ഒപ്പം ഒരു പ്രശ്നം നടക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അൻസിബയെ കാണാൻ കഴിഞ്ഞാൽ 1ാം സ്ഥാനത്തേക്ക് വരാൻ അൻസിബയ്ക്ക് കഴിയും.